ഹായ് ഫ്രണ്ട്സ്, വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിലേക്കുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതിന് 2.5 ശർക്കരയാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായതിനു ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കണേ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പഴമാണ്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിൽ വെന്തിട്ട് ഇതൊന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. പഴവും റവയും ഒക്കെ നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇത് നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ, റവയൊന്നും വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വാഴയില ഇതുപോലെ പീസാക്കി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇല ഇതുപോലെ മടക്കിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ വേവിച്ചെടുക്കാം. നമ്മളെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.